ഇനി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന എള്ളുണ്ടയാണ് കേട്ടോ. അപ്പോൾ കറുത്ത കളറുള്ള എള്ളും കൊണ്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1 കപ്പ് നിറയെ 270 ml കപ്പിലാണ് കറുത്ത എള്ള് മെഷർ ചെയ്ത് മാറ്റിയെടുക്കുക. നമുക്ക് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഒന്ന് വാർന്ന് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് അളവിൽ എള്ള് നമുക്കൊരു കഴുകി എടുക്കാൻ നോക്കുന്ന കളർ കണ്ടോ. കഴുകി കഴിയുമ്പം അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വെള്ളം വാരാനായിട്ട് വെക്കുക. ഒരു 1 മണിക്കൂറൊക്കെ വെള്ളം നന്നായിട്ട് വാർന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. വെളുത്ത എള്ളും കൊണ്ട് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം, പക്ഷേ വെളുത്ത എള്ള് എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് കറുത്ത എള്ളാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാകുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടെടുക്കണം. വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വേണം, വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നിട്ട് വേണം വറുത്തെടുക്കുമ്പോൾ ഓവർ ഡ്രൈ ആയി പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ എള്ളുണ്ട. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് അല്പം ശർക്കരയും എള്ളും മാത്രം മതി. അതിന് സീസൺ ചെയ്യാൻ അല്പം ഏലക്കാപ്പൊടിയും മതി. അപ്പോൾ അത് തയ്യാറാക്കി വെച്ച് 2-3 ആഴ്ചയൊക്കെ ഇരിക്കുകയും ചെയ്യും. 10 o'clock അത് ഈവനിങ് സ്നാക്കിനൊക്കെ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എള്ള് നല്ല അതിൻ്റെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്കും ഹെൽത്തിയാണ് എള്ള്. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചു. അപ്പം വെള്ളം വാർന്ന് കഴിയുമ്പോൾ നോക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ചെറിയ നനവുണ്ട്, അത് കുഴപ്പമില്ല, വറക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പം ഞാൻ ആ എള്ള അളന്ന് അതേ അളവിലുള്ള കപ്പിൽ 1/2 കപ്പ് ശർക്കര ചിരകി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അരിച്ച് മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ശർക്കരയുടെ മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച്, ഇത് ആവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാനിൽ ഞാൻ എള്ളൊന്ന് ഡ്രൈ ചെയ്ത് മാറ്റാം. ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെറിയ നനവുണ്ട്, കുഴപ്പമില്ല, അത് ഡ്രൈ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് വെള്ളം വലിഞ്ഞ് വന്നോളും. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എള്ള് നമുക്ക് മേടിച്ച് തയ്യാറാക്കി എടുത്താൽ നമ്മൾ കടയിൽ നിന്ന് എള്ളുണ്ട മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. നമുക്കറിയാം അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടിരിക്കുന്നത്. ഹെൽത്തി വേഷനാണ് താനും. നമുക്കിതിനകത്ത് വേണമെങ്കിൽ റിച്ച് ആക്കാൻ എന്തെങ്കിലും നട്ട്സും ചേർക്കാം. ഞാനിതൊന്നുമില്ല, ജസ്റ്റ് ശർക്കരയും എള്ളും മാത്രമാണ് കേട്ടോ. ഹെൽത്തി വേഷനാണല്ലോ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ശർക്കര പാനിയുടെ അളവൊക്കെ ഒന്ന് കൃത്യം നോക്കണമെന്ന് മാത്രം. അപ്പം എള്ള് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് നല്ല ഫേമായിട്ട് വരും റോസ്റ്റ് ആകുമ്പോൾ. ഓവർ റോസ്റ്റായാൽ നമ്മുടെ ടേസ്റ്റ് മാറിപ്പോട്ടോ. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അവിടെ തന്നെ നിന്ന് അത് കഴിഞ്ഞിട്ട് വേണം ആ പാനിൽ നിന്ന് മാറ്റി വെക്കണം. പയ്യെ റെഡിയായി വരുമ്പോൾ നനവൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പയ്യെ പൊട്ടാൻ തുടങ്ങും. പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആയിന്ന്. അത് തന്നെയല്ല, നമ്മൾ കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അത് നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. ഒരല്പസമയം ഇവിടെ കൊടുക്കാം. അപ്പോൾ പൊട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. പാനിൽ തന്നെ വെക്കാതെ വേറൊരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിനകത്തിരുന്ന് വീണ്ടും ഡ്രൈ ആയി അതിൻ്റെ ഓവർ കുക്കായി പോകും. അപ്പോൾ പിന്നെ നമ്മുടെ എള്ളിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റി ഇത് തണുക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൃത്യം പാകത്തിന് എനിക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഒരു പാനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ശർക്കര അലിപ്പിച്ച് എന്നിട്ട് അരിച്ചിട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇളക്കാൻ പാകത്തിനുള്ള വലിയ പാനിൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ശർക്കര അലിപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുക കേട്ടോ, പിന്നെ വറ്റി വരാൻ ഒത്തിരി സമയം എടുക്കും. ഞാൻ അതിൽ തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഉരുക്കിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ട് ഇളക്കാനുള്ള എളുപ്പത്തിന് ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഒന്ന് അലിയിപ്പിച്ചിട്ട് ആദ്യം അലിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് അരിച്ച് മാറ്റാം. അപ്പോൾ നമ്മുടെ നൂൽപ്പരുവം കഴിഞ്ഞ്, നമ്മൾ സാധാരണ അരിയും കൊണ്ടുള്ള ഉണ്ട ഉണ്ടാക്കുന്ന ആ ഒരു പരുവം കഴിഞ്ഞ് ഒരല്പോടെ വേണം. അപ്പോൾ നൂൽപ്പരുവം കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ആ പാനിയുടെ പാകം കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ കിട്ടില്ല. ഓവറായിപ്പോയാൽ പിന്നെ പിടിക്കാൻ കിട്ടിയില്ല. അത് തന്നെയല്ല, ചെറു ചൂടോടെ തന്നെ നമ്മൾ ഉരുട്ടി മാറ്റുകയും വേണം. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യണം. അപ്പം നമ്മുടെ അലിയിപ്പിച്ച ശർക്കരപ്പാനി ഒന്ന് അരിച്ച് മാറ്റാനുണ്ട്. കുറച്ച് കരടുകളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇനി ഇതൊന്ന് കുറുകി വരണം. കുറുകി ഞാൻ പറഞ്ഞ പോലെ നൂൽ പരുവം, നമ്മുടെ സാധാരണ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുന്ന അതിന് നൂൽ പരുവത്തിൽ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം കൂടെ വേണം. അപ്പം നമ്മൾ അതിനകത്ത് വേണമെങ്കിൽ സ്പൂണിൽ ഒരു ചെറിയ തണുത്ത ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്തിട്ട് സ്പൂണിൽ അല്പം ഇട്ട് കൊടുത്താൽ അത് എടുത്ത് ഉരുട്ടിയെടുക്കാൻ പരുവത്തിൽ വരണം. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. ശർക്കര പാനിയുടെ അളവാണ് പെർഫെക്റ്റായി വരേണ്ടത് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് മാറാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നൂൽപ്പരുവം ആയി തുടങ്ങി. ഇപ്പം ഉണ്ടോ, ഞാൻ വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പരിവായി. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് പെട്ടെന്ന് ഇനി നമ്മൾ ചെയ്യണം. തീ ഓഫ് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് അല്പം ഏലക്കാപ്പൊടി ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. അത് പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനകത്ത് ഞാൻ ഏലക്കയുടെ പൊടി ഒരു 5-6 ഏലക്കയുടെ പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഏലക്കാപ്പൊടി ചേർത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തണുത്തിരിക്കുന്ന എള്ളും ചേർത്ത് പെട്ടെന്ന് കൂടി യോജിപ്പിക്കണം. ശർക്കര പാനി എള്ളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകണമെങ്കിലേ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എള്ള് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ അത് ചൂടായിപ്പോയാൽ പിന്നെ അതിനകത്ത് നമുക്ക് യോജിപ്പിച്ച് അത് പിടിച്ചെടുക്കാൻ പറ്റില്ല. കൃത്യം പാകത്തിന് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ പാനി എല്ലായിടത്തേക്കിടെ ഒന്ന് യോജിപ്പിച്ച് മാറ്റിയെടുത്തു. ഇനി നമുക്ക് ഉരുട്ടുമ്പോൾ ചിലപ്പോൾ കൈ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരല്പം വെണ്ണ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് കൈ അല്പം വെണ്ണയിൽ തടവിയിട്ട് പിടിക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉരുട്ടി മാറ്റട്ടെ കേട്ടോ ഞാൻ. അപ്പം ഒരുപാട് ബൾക്കി പോർഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടുന്നത് നല്ലതാണ്. കാരണം അവസാനം ആകുമ്പോഴത്തേക്കും ചിലപ്പം പിന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ലാത്താവും. തണുത്ത് പോയി കഴിഞ്ഞാൽ ചെറു ചൂടോടെ നമുക്ക് ഉരുട്ടി മാറ്റാം. അപ്പം ഞാൻ പെട്ടെന്ന് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇന്ന് സ്നാക്സിന് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഹെൽത്തി വേഷനാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. താങ്ക് യു ഫോർ വാച്ചിങ് GNB ബ്ലോഗ്സ്. അപ്പോൾ ഞാൻ ഉരുട്ടി മാറ്റട്ടെ കേട്ടോ. എനിക്കൊരു 5-10 കിട്ടിയായിരുന്നു. ഉരുട്ടണേൻ്റെ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത്രയ്ക്കും ടേസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെക്കാൻ സമയമൊക്കെ കിട്ടുമ്പം. അപ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സോ അല്ല നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിനൊക്കെ ഒരു ഓൾട്ടറേഷനാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടറേഷനായിട്ട് ഒരു ഹെൽത്തി വേഷനാണ്. ഞാൻ പറഞ്ഞ പോലെ നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഇതിനകത്ത്. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ആ ശർക്കര പാനിയുടെ അളവൊന്നും നോക്കേണ്ടതേ ഉള്ളൂ. ഒക്കെ പെർഫെക്റ്റായിട്ട് കിട്ടണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ എള്ളുണ്ടെല്ലാം ഉരുട്ടിക്കഴിഞ്ഞിട്ട് അത് ഒന്ന് ആ ചൂടാറി കഴിയുമ്പോൾ ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് പുറത്ത് തന്നെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 2 വീക്സൊക്കെ ഈസി ആയിട്ട് ഇരിക്കും. അപ്പോൾ അതൊന്നും ഇരിക്കില്ല, 2-3 ദിവസം കൊണ്ട് തന്നെ തീരും. ഞാൻ കുറച്ച് പോർഷനല്ലേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് പറയാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ് GNB ബ്ലോഗ്സ്. ബൈ.